നിയമസഭാ സമ്മേളനം ഇന്ന് താൽക്കാലികമായി പിരിയും. സംസ്ഥാന ബജറ്റിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായാണ് സഭ താൽക്കാലികമായി പിരിയുന്നത്. ബജറ്റ് പാസ്സാക്കാനായി മാർച്ച് 3 മുതൽ വീണ്ടും സഭ ചേരും. പിന്നോക്ക സ്കോളർഷിപ്പ് തുക കുറച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോലീസ് സേനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു. അത് പിന്നീട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് നിരവധി വിഷയങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും ഈ ഒരു പിന്നോക്ക സ്കോളർഷിപ്പ് തുക കുറച്ചതിലായിരിക്കും ഒരു പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുക. പ്രക്ഷുബ്ധമാവുമോ ഇന്ന് സഭ? കാളിദാസൻ, ഇന്ന് നിയമസഭാ സമ്മേളനം താൽക്കാലികമായി പിരിയുകയാണ്. സംസ്ഥാന ബജറ്റിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായാണ് സഭ താൽക്കാലികമായി പിരിയുന്നത്. ഇനി ബജറ്റ് പാസാക്കാനായി മാർച്ച് 3 മുതൽ വീണ്ടും സഭ ചേരും. മാർച്ച് 27 വരെ സഭ തുടരും. അതിനിടയിലുള്ള ഈ കാലാവധിയിലാണ് പ്രധാനമായും ബജറ്റിന്മേലുള്ള സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭ ഒരു താൽക്കാലികമായി പിരിയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അവസാനമായി പിന്നോക്ക സ്കോളർഷിപ്പ് തുക കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയമായി ഈ വിഷയം വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷം ശക്തമായ രീതിയിൽ സഭയിൽ വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസുമായി ബന്ധപ്പെട്ട വിഷയവും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയവും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായതാണ്. എന്നാൽ സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാഹചര്യത്തിലേക്കൊന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായി എത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പോലും സർക്കാർ പരിഗണിച്ചിരുന്നു. ഏതായാലും ഇന്ന് പിന്നോക്ക വിഭാഗത്തിന് തുക വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതോടൊപ്പം ചോദ്യോത്തര വേളയിൽ UGC മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. റോഡുകൾ ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഗതാഗത മന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ചോദ്യോത്തര വേളയിലുണ്ട്. ഏതായാലും നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി പ്രാധാന്യം അർഹിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഭാവി തലമുറയുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രത്തോളം ബന്ധപ്പെടുത്തിയിരിക്കുന്നു, അതോടൊപ്പം തന്നെ UGC മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒക്കെയാണ് ഇന്ന് സഭയിൽ ഉയരുന്നത്. ഏതായാലും പ്രധാനമായും ഇന്ന് സഭയിൽ മറുപടി നൽകുന്നത് ഈ കൃഷിമന്ത്രി, അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഗതാഗത മന്ത്രി എന്ന അടക്കമുള്ളവരാണ്. ഏതായാലും നിരവധി ചോദ്യങ്ങൾ ഇന്ന് സഭയിൽ വീണ്ടും ഉന്നയിക്കും. ഏതായാലും ഇന്ന് താൽക്കാലികമായി സഭ പിരിയുകയാണ്. അതിനുശേഷം മാർച്ച് 3 വീണ്ടും സഭ പുനരാരംഭിക്കുന്നത്.